ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. 7 പേർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഗൗരികുണ്ടിലാണ് തകർന്നു വീണത്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, എന്തൊക്കെ വിവരങ്ങളാണ് ഈ അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്നത്? ശ്രീജ, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇന്ന് രാവിലെ 5:20 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. കാരണം നിലവിൽ കേദാർനാഥ് ക്ഷേത്രം കഴിഞ്ഞ മെയ് മാസം തുറന്നതാണ്. അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർ എത്തുന്ന സമയമാണ്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി വന്ന തീർത്ഥാടകർ കേദാർനാഥിൽ ദർശനം നടത്തി. അതിനുശേഷം അവർ കേദാർനാഥ് ഡാമിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പോകുകയായിരുന്നു. ആ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗൗരികുണ്ടിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത്. ആദ്യം പുറത്തു വന്ന വാർത്ത ഈ ഹെലികോപ്റ്ററിനെ കുറിച്ച് വിവരമൊന്നും ഇല്ല എന്നാണ് പുറത്തു വന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉത്തരാഖണ്ഡ് സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നുള്ളത്. അതായത് ഇതൊരു വനപ്രദേശമാണ്, ഒറ്റപ്പെട്ട മേഖലയാണ്. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി ആളുകൾ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്താൻ സമയമെടുക്കും. ഏതായാലും NDRF സംഘം ഒപ്പം തന്നെ SDRF സംഘവും ഒക്കെ തന്നെ അവിടേക്ക് പോയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനമായി തിരിച്ചിട്ടുണ്ട് എന്ന പ്രതികരണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 6 പേരാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നെന്ന വാർത്ത പുറത്തു വന്നിരുന്നത്. പക്ഷെ 6 അല്ല 7 പേരുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉത്തരാഖണ്ഡ് സർക്കാർ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിൽ 5 പേർ മുതിർന്നവരാണ്, ഒരു കുട്ടിയുണ്ട്, ഒപ്പം തന്നെ പൈലറ്റ്. അങ്ങനെ 7 പേരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഉത്തരാഖണ്ഡിൽ നിന്ന് തന്നെ ഉള്ളവരുണ്ട്, ഒപ്പം തന്നെ UP യിൽ നിന്നുള്ളവരുണ്ട്, ഗുജറാത്തിൽ നിന്നുള്ളവരുണ്ട്, മഹാരാഷ്ട്ര സ്വദേശികളുണ്ട്. അങ്ങനെ 7 പേർ ഈ അപകടത്തിൽപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ചില വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത് വിമാനം തകർന്നു വീണുവെങ്കിൽ പോലും അത് തീ പിടിച്ചിട്ടില്ല എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തകർ ആ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട കാര്യം, അത് വനപ്രദേശമാണ്, ഒറ്റപ്പെട്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താനുള്ള സമയമെടുക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പുഷ്കർ സിംഗ് ധാമിയുടെ പ്രതികരണം, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതായത് പ്രാദേശിക ഭരണകൂടവും SDRFന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ തുടരുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ശ്രീജ, ശരി. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.